അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരാഴ്ചയായിട്ട് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ഓരോ സാധനങ്ങളുടെയും ചെറുതും വലുതും വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നോക്കുന്ന കുറേയധികം വീഡിയോസ് മലയാളത്തിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു കഴിഞ്ഞ ആഴ്ചയായിട്ട്. അതായത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അതാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഫ്രൂട്ടി ആണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് ഇട്ടത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദി ചാനലിൽ എക്സ്പെരിമെൻറ്റ് TV എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഈ ഒരു വീഡിയോ. ഷാംപൂവിലാണ് പുള്ളിക്കാരൻ ചെയ്ത് നോക്കിയത്. അതിൽ അവരാണ് ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അവരാണ് യൂട്യൂബിൽ തന്നെ ഇത് ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് മലയാളം ചാനലിൽ പറ എന്നും പറഞ്ഞ് പല പ്രോഡക്ട്സുമായിട്ട് കാണുന്നത്. എന്തായാലും നല്ല രസമാണത് ചെയ്യുന്നത് കാണാം. പക്ഷേ എല്ലാ വീഡിയോസിലും അവർ പറയുന്നത് നമ്മൾ ചെറുതായിട്ട് 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് വാങ്ങുന്ന സാധനങ്ങളിൽ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും, വലുത് വാങ്ങുന്നതിന് ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും എന്ന് പറയും. പക്ഷേ ഞാൻ ഇന്ന് നേരെ തിരിച്ചാണ് തെളിയിക്കാൻ പോകുന്നത്. ചെറുതിനെ കാട്ടി വലുതിലാണ് ക്വാണ്ടിറ്റി കൂടുതലെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ തെളിയിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഫ്രൂട്ടിയാണ്. ഫ്രൂട്ടിയുടെ ഇത് 100 രൂപയുടെ ഒരു ബോട്ടിലാണ്. വേറെയൊക്കെ നോക്കി വേറെ കിട്ടിയില്ല. ഫ്രൂട്ടിയുടെ 100 രൂപയുടെ ബോട്ടിലാണ്. പിന്നെ ഇതൊരെണ്ണം 20 രൂപയുടെ ഒരു ഫ്രൂട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ 100 രൂപയ്ക്ക് ഒരു വലിയ ഫ്രൂട്ടിയും വാങ്ങിച്ചിട്ടുണ്ട്, ചെറിയ ഫ്രൂട്ടി 5 എണ്ണവും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 100 രൂപ കറക്റ്റ് ആവും. 200 രൂപ ഇത് എല്ലാത്തിനും കൂടെ ആവും. ഓക്കെ, അപ്പം ഇത് വലുത് 100, ചെറുത് 100. അപ്പോഴത്തേക്കും നമുക്ക് ആ ക്വാണ്ടിറ്റി മനസ്സിലാവും ഏതിലാണ് കൂടുതലുള്ളതെന്ന്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ഒരെണ്ണം ഫ്രൂട്ടി 20 രൂപയുടെ ഒരു ഫ്രൂട്ടിയാണ്. അപ്പോൾ ഇതിൽ വരുന്ന ML എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം എത്രയാണുള്ളതെന്ന്. ഓക്കെ, 300 ml ആണ് ഇത് ഒരു ബോട്ടിലിനകത്ത് വരുന്നത്, 20 രൂപയുടെ ഒരു ബോട്ടിലിനകത്ത്. അപ്പോൾ അതുപോലത്തെ നമ്മൾ 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വലിയ ഫ്രൂട്ടിയാണ്. വലിയ ഫ്രൂട്ടി എന്ന് പറയുമ്പോൾ 100 രൂപയാണ് വില വരുന്നത്. ഇതിനകത്ത് നമുക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോഴത്തേക്കും 2 ലിറ്ററാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്, ഈ ഒരു വലിയ ഫ്രൂട്ടിക്കകത്ത് നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒരു പാത്രത്തിൽ ഒഴിച്ച് പോകാം, ഏതിലാണ് ക്വാണ്ടിറ്റി കൂടുതലെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചെറിയ ഫ്രൂട്ടിയെല്ലാം നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെറിയ ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് ആയി. ഏകദേശം ഇത്രയും ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഈ പാത്രത്തിൻ്റെ ഏകദേശം പകുതി ഓളം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വലിയ ഫ്രൂട്ടി പൊട്ടിച്ച് നോക്കാം. ഫ്രണ്ട്സ്, ഇത് അപ്പം നമ്മുടെ ചെറുതിൽ നിന്നുള്ള ഫ്രൂട്ടിയുടെ ഇതാണ് ഈ പാത്രത്തിൽ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ വലുതിൽ നിന്നുള്ള ഫ്രൂട്ടിയുടെ ഇതാണ്. ഓക്കെ, അപ്പോഴത്തേക്കും ഈ ഒരു പാത്രത്തിനെ കാട്ടി വലുതാണ് സ്വാഭാവികമായിട്ട് ഈ ഒരു പാത്രം. അപ്പം ചെറുതിൽ ക്വാണ്ടിറ്റി കൂടുതൽ കാണുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതെടുത്ത് വലിയ പാത്രത്തിൽ ഒഴിച്ചത്. പക്ഷേ കാഴ്ചയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള നമ്മുടെ വലുതിനാണ്. ഇനി നമുക്കത് ടെക്നിക്കലി നോക്കാം, എങ്ങനെയാണ് അത് വലുതിനാണോ ചെറുതിനാണോ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത്. അപ്പോൾ ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബോട്ടിലിനകത്ത് നമുക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോൾ 2 ലിറ്ററാണ് നമുക്ക് ഈ ഒരു ബോട്ടിൽ 100 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. 2 ലിറ്ററാണ് ഈ ഒരു ബോട്ടിൽ. എന്നാൽ ഈ ഒരു ബോട്ടിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോഴത്തേക്കും 300 ml ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 20 രൂപയാണ്. അപ്പോൾ ഇതുപോലത്തെ 5 ബോട്ടിലാണ് നമുക്ക് ഇവിടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതുപോലത്തെ 20ൻ്റെ 5 ബോട്ടിൽ, 20 രൂപയുടെ 5 ബോട്ടിലാണ് നമ്മളിവിടെ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ പ്രൈസ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും 100 രൂപയാണ് വരുന്നത് 5 ബോട്ടിലിന്. ഒരു ബോട്ടിലിന് 20, അതുപോലെ 5 ബോട്ടിൽ. അപ്പം 100 രൂപയാണ് അതിന് പ്രൈസ് വരുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും പ്രൈസ് നമുക്ക് ഒരുപോലെ തന്നെയാണ് കിട്ടുന്നത്. 2 സാധനങ്ങളുടെ പ്രൈസ് ഒരുപോലെ നമ്മൾ 100 രൂപ കൊടുത്ത് തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് രണ്ടും. എന്നാൽ നമുക്ക് 300 ml നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 300 × 5 ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ കാൽക്കുലേറ്റർ എടുത്തുകൊണ്ട് വരാം. ഓക്കെ, 300 ml ആണ് നമുക്ക് ഒരു ബോട്ടിലിൻ്റെ അകത്ത്, ചെറുതിൻ്റെ ഒരു ബോട്ടിലിനകത്ത് നിന്ന് 300 ml ആണ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ 100 രൂപയ്ക്ക് 5 ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 5 ബോട്ടിൽ വാങ്ങിച്ചപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് പറയുമ്പോൾ 1500 ആണ്.
1500 എന്ന് പറയുമ്പോഴത്തേക്ക് 1500 ml ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ 1.5 ലിറ്ററാണ് നമുക്ക് ഈ ഒരു ചെറിയ ബോട്ടിൽ 100 രൂപയ്ക്ക് വാങ്ങിച്ചപ്പോൾ കിട്ടുന്നത്. എന്നാൽ നമ്മൾ ഈ ഒരു വലിയ ബോട്ടിൽ 100 രൂപയ്ക്ക് വാങ്ങിച്ചപ്പോൾ കിട്ടിയതോ 2 ലിറ്ററാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായി കാണും, 1/2 ലിറ്ററിൻ്റെ വ്യത്യാസമാണ് ഈ ഒരു ചെറിയ ബോട്ടിലും വലിയ ബോട്ടിലുമായിട്ടുള്ളത്. അപ്പം ഇതാണ് എനിക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. കാരണം നമ്മൾ എല്ലാ പ്രൊഡക്ട്സും ചെറുത് മാത്രം ലാഭമെന്നും പറഞ്ഞ് നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ 100 രൂപയ്ക്ക് ഇത് വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ലിറ്ററും മറ്റേത് 5 എണ്ണം 100 രൂപയ്ക്ക് വാങ്ങിച്ചാലും ആകെ കിട്ടുന്നത് നമുക്ക് 1500 ml ആണ്. 1.5 ലിറ്ററാണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 1/2 ലിറ്ററിൻ്റെ വ്യത്യാസമാണ് ഇതിൽ നിന്ന് കാണാൻ പറ്റിയത്. അപ്പോഴത്തേക്കും എല്ലാ വീഡിയോസിലും അവർ പറയുന്നത് ചെറിയ സാധനങ്ങൾ വാങ്ങുക, അതിൽ കൂടുതൽ ക്വാണ്ടിറ്റി കാണുമെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. ഓരോ പ്രോഡക്ട്സിനും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ പ്രോഡക്റ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും. കാരണം കൂൾ ഡ്രിങ്ക്സിൻ്റെ കാര്യം നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വലിയ ബോട്ടിൽ വാങ്ങുന്നതാണ് ലാഭം. അപ്പോൾ നിങ്ങൾ ഷാമ്പൂവിൻ്റെ, സോപ്പിൻ്റെ, ബൂസ്റ്റിൻ്റെ വീഡിയോ കണ്ടിട്ട് നേരെ കയറി ഈ കൂൾ ഡ്രിങ്ക്സിൻ്റെ കാര്യത്തിൽ അത് ചെയ്യരുത്. കൂൾ ഡ്രിങ്ക്സിൻ്റെ കാര്യത്തിൽ ഏത് കോളയായിരുന്നാലും, പെപ്സി ആയിരുന്നാലും, 7up ആയിരുന്നാലും, ഇപ്പം മാംഗോ ജ്യൂസ് ആയിരുന്നാലും നിങ്ങൾ വലിയ ബോട്ടിൽ വാങ്ങുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ ലാഭം. കാരണം 100 രൂപയുടെ ചെറിയ ബോട്ടിലും വാങ്ങിച്ച് 100 രൂപയുടെ ഒരു വലിയ ബോട്ടിലും വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം 1/2 ലിറ്ററിൻ്റെ വ്യത്യാസമാണ് നമുക്കവിടെ കാണാൻ പറ്റിയത്. പിന്നെ ഞാൻ ഇത് മെഷർ ചെയ്ത് നോക്കാത്തതെന്ന് പറയുമ്പോൾ കറക്റ്റ് 1/2 ലിറ്റർ അതിനകത്ത് കാണും. ചുമ്മാ അത് സ്പെസിഫൈ ചെയ്യത്തില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്കും നിങ്ങൾ ഷാമ്പൂവിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് നേരെ കൂൾ ഡ്രിങ്ക്സ് അതുപോലെ വാങ്ങരുത്. കൂൾ ഡ്രിങ്ക്സിൽ എപ്പോഴും വലിയ ബോട്ടിലാണ് ലാഭം, അത് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൂടെ ക്ലിക്ക് ചെയ്താലേ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇതിലും കിടിലവും അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.